ഹായ് ഗൈസ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. 2022 അവതാർ വേ ഓഫ് വാട്ടർ കാണാൻ പോയപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു അവതാർ ഫസ്റ്റ് ആ ഒരു ബ്ലോക്ക് ബസ്റ്റർ സിനിമയ്ക്ക് ഒരു സ്വീക്കൽ, അതേപോലെ തന്നെ ഒരു ബ്ലോക്ക് ബസ്റ്റർ സ്വീക്കൽ ജെയിംസ് ക്യാമറോണിന് നൽകാൻ കഴിയുമോ എന്നുണ്ടായിരുന്നു. പക്ഷേ സിനിമ കണ്ടു കഴിഞ്ഞപ്പം ഒബ്വിയസ്ലി എൻ്റെ എക്സ്പെക്റ്റേഷൻസ് എല്ലാം മീറ്റ് ചെയ്തായിരുന്നു. ആ ഒരു സിനിമയ്ക്ക് ഫസ്റ്റിന് നീതി പുലർത്തുന്ന തരും ഒരു സീക്വലായിരുന്നു അവതാർ വേ ഓഫ് വാട്ടർ. അത് കഴിഞ്ഞ് ഇന്ന് 2025 ആയപ്പം അവതാർ ഫ്രാഞ്ചൈസിയിലെ മൂന്നാമത്തെ ഫിലിം അവതാർ ഫയർ ആൻഡ് ആഷ് റിലീസായിരിക്കുകയാണ്. അപ്പം നമ്മളിന്ന് പറയാൻ പോകുന്ന റിവ്യൂ അവതാർ ഫയർ ആൻഡ് ആഷിനെ കുറിച്ചാണ്. ഫസ്റ്റ് അവതാർ 2009 ഇറങ്ങി. അന്നതൊരു എന്താ പറയുക, എല്ലാം കൊണ്ടും ഒരു പുതുമ തന്നൊരു സിനിമയായിരുന്നു. വിഷ്വലി ആവട്ടെ, കഥാപരമായാട്ടെ, എല്ലാം കൊണ്ടും അത് ആ ടൈമിൽ അല്ലെങ്കിൽ എക്കാലത്തെയും ടോപ്പ് ഗ്രോസിങ് ഫിലിമുമായി മാറി. ഇപ്പോഴേ അല്ലെന്ന് തോന്നുന്നു, ഈ അടുത്ത് വരെ ടോപ്പ് ഗ്രോസിങ് ഫിലിം ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു 13 വർഷം കഴിഞ്ഞപ്പോഴാണ് അവതാറിൻ്റെ സെക്കൻഡ് പാർട്ട് ഇറങ്ങിയത്. അതാണ് വേ ഓഫ് വാട്ടർ. അത് 2022 ഇറങ്ങി. ഫസ്റ്റ് കണ്ടു, സെക്കൻഡും കണ്ടു. സെക്കൻഡിൽ ഏകദേശം കഥയെല്ലാം പൂർത്തിയായി. ഇനി എന്ത് എന്നുള്ളൊരു ചോദ്യം എല്ലാവരുടെയും മനസ്സിലുണ്ടായിരുന്നു. അപ്പം ഫയർ ആൻഡ് ആഷിൽ ഇനി എന്താണ് പുതുമയായിട്ട് കാണുന്നതെന്നുള്ളൊരു ക്യൂരിയോസിറ്റി ആയിരുന്നു എന്നെ ഫയർ ആൻഡ് ആഷ് കാണാൻ പോകാൻ പ്രേരിപ്പിച്ചത്. അതുകൊണ്ട് ഞാൻ 2025 റിലീസായി കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാണ് സിനിമ കാണാൻ പോയത്. സിനിമ കണ്ടു. അവതാർ ഫസ്റ്റ് കഴിഞ്ഞ് വേ ഓഫ് വാട്ടറിൽ ഒരു ലാൻഡ്സ്കേപ്പിനും എല്ലാത്തിനും ഒരു ചേഞ്ച് ഉണ്ടായിരുന്നു. ടോട്ടലി കഥാപരമായി ഫസ്റ്റ് എന്തായിരുന്നു അത് തന്നെ ആയിരുന്നെങ്കിലും ഒരു ലാൻഡ്സ്കേപ്പിനൊക്കെ ഒരു ചേഞ്ച് ഉണ്ടായിരുന്നു. നമുക്കൊരു പുതുമ തോന്നുമായിരുന്നു. പക്ഷേ ഈ ഫയർ ആൻഡ് ആഷ് വന്നപ്പം ഒരു ചേഞ്ചും ഇല്ല. കുറച്ച് ക്യാരക്ടേഴ്സ് അഡീഷണലായി വന്നെന്നല്ലാതെ ലാൻഡ്സ്കേപ്പിനോ അല്ലെങ്കിൽ വേറെ ഒന്നിനോ ഒരു മാറ്റവും ഇല്ല. പഴയ ആൾക്കാർ അതേ രീതി, അതേ ടെംപ്ലേറ്റ്, എല്ലാം അതേ രീതി തന്നെ. ഒരു പുതുമയില്ല. ആകപ്പാടെ നമുക്കൊരു വിഷ്വലി ഭയങ്കര സ്റ്റണ്ണിങ് ആണ് എന്ന് മാത്രമേ ഉള്ളൂ. കഥാപരമായ ഒരു പുതുമയില്ല. സെക്കൻഡ് എന്താണോ സെക്കൻഡ് കാണിച്ചത് അത് തന്നെ, സെയിം ടെംപ്ലേറ്റ്, നത്തിങ് എൽസ്. പുതിയ കുറച്ച് ക്യാരക്ടറിൻ്റെ അഡീഷണൽ ക്യാരക്ടേഴ്സ് വന്നിരിക്കുന്നത് ആ സിനിമേനെ ഇൻട്രസ്റ്റ് ആക്കാൻ. അതും കൂടി ഇല്ലായിരുന്നെങ്കിൽ ഈ സിനിമ അവതാർ ഫ്രാഞ്ചൈസിയിലെ ഒരു ഫ്ലോപ്പ് എന്ന് പറയത്തില്ല, അറ്റ്ലീസ്റ്റ് ഭയങ്കര ഡിസാസ്ട്രസ് ആയി പോയേനെ. ഇപ്പം ഇങ്ങനെയൊക്കെ തന്നെയാണെങ്കിലും ഈ 3 സിനിമയിൽ ഏറ്റവും ലീസ്റ്റ് ഗ്രോസിങ് ഫിലിം എനിക്ക് തോന്നുന്നത് ആകാൻ ചാൻസ് ഫയർ ആൻഡ് ആഷ് ആയിരിക്കും. കാരണം ഒരു സിനിമയ്ക്ക് നമുക്ക് പറയാൻ നേരത്ത് വിഷ്വലും ഓഡിയോയും മേക്കിങ്ങും കൊണ്ട് മാത്രം ഒരു സിനിമ ഇതുപോലത്തെ ഒരു ബ്ലോക്ക് ബസ്റ്റർ ഗ്രോസിങ് ആകാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അതിനെ ബാക്ക് ചെയ്യാൻ അതേപോലെ ഒരു സ്ക്രിപ്റ്റ് വേണം. അതിവിടെ ലാക്കിങ് ആണ് ഈ അവതാറിന്. പിന്നെ അവതാർ ഫ്രാഞ്ചൈസിലെ ഏറ്റവും ലെങ്ത് കൂടിയ സിനിമയും കൂടിയാണ് ഈ അവതാർ ഫയർ ആൻഡ് ആഷ്. 3 മണിക്കൂർ 17 മിനിറ്റാണ് ഈ സിനിമയുടെ റൺ ടൈം. ഈ 3 മണിക്കൂറും 17 മിനിറ്റും റൺ ടൈം വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഈ സിനിമയ്ക്ക് അത്ര ഒരു റൺ ടൈമിൻ്റെ ആവശ്യമില്ലായിരുന്നു. കഥാപരമായി പുതിയതായിട്ടൊന്നും പറയാനില്ലാത്തൊരു സിനിമയ്ക്ക് എന്തുകൊണ്ട് 3 മണിക്കൂർ 17 മിനിറ്റ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് വിഷ്വൽസ് കാണിക്കാനും അതുപോലെ അനാവശ്യമായിട്ടുള്ള കുറേ കാര്യങ്ങൾ കാണിക്കാനും വേണ്ടി മാത്രമായിരുന്നു. ഇത് ഇത്രയും കൂടെ സിനിമ ഷോട്ട് ചെയ്യുമായിരുന്നെങ്കിൽ നമുക്ക് ഇത്രയും കൂടെ ഒക്കെ ഒരു ലാഗടിക്കാതെ അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒന്ന് എക്സോസ്റ്റഡ് ആകാതെ ഇരുന്ന് കാണാൻ പറ്റുമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മളിപ്പം ഫസ്റ്റ് സീൻ തൊട്ടേ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാം എന്താ നടക്കാൻ പോണത്, അടുത്ത് എന്തായിരിക്കും, എങ്ങനെയായിരിക്കും അവസാനം. പിന്നെ പറയാൻ തക്ക ഒരു പോസിറ്റീവ് എന്ന് വെച്ചാൽ, പോസിറ്റീവും അല്ല, കുറച്ചും കൂടി ഇമോഷണൽ ഡെപ്ത് ഈ സിനിമയ്ക്ക് കൊടുക്കാൻ നോക്കിയിട്ടുണ്ട്. അത് നമുക്ക് കൺവേ ആവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുമില്ല. ആൾക്കാർ അവിടെ കിടന്ന് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. പിന്നെ ഒരു ഇമോഷണൽ ഇംബാലൻസ് കൂടി ഉണ്ട് സിനിമയാണ്. ഇപ്പം ഒരു കേണലും ജയിക്കുമായിട്ട് തന്നെ നടക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇവരെന്താണ് ഇങ്ങനെ ചെയ്തിട്ട് പിന്നീട് ഇത് ചെയ്യുന്നത് എന്ന് നമുക്ക് ഓർത്തു പോകും നമ്മൾ. അവർക്ക് തമ്മിൽ എന്തൊക്കെയൊരു ഇതാണ്, ഒരു നമുക്ക് ആ ക്യാരക്ടേഴ്സിനോടൊന്നൊരു കണക്ഷൻ തോന്നുന്നില്ല. അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ അവതാർ ഫയർ ആൻഡ് ആഷ് കാണാൻ ആഗ്രഹിക്കേണ്ടത് ഇത്ര ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ഒക്കെ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ തിയേറ്ററിൽ പോയി നമുക്കൊരു വിഷ്വൽ ഓഡിബിൾ എക്സ്പീരിയൻസ് വേണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് പോയി കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്. അതേസമയം കഥാപരമായി എന്തെങ്കിലും പുതുമ വേണം, അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലുമൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണം, അങ്ങനെ ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെ അവതാർ ഫയർ ആൻഡ് ആഷ് ഒരു ഡിസപ്പോയിൻറ്റ്മെൻ്റ് ആയിരിക്കും എന്ന് ഞാൻ കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.